ശരത് ലാലിന്റെ അമ്മ ആണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അവർക്ക് പ്രതികരിക്കാൻ പോലും വയ്യാത്ത അത്രയും വലിയ വേദനയിൽ അവർ നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. 24-ന്റെ ക്യാമറയിൽ അവർ ഇപ്പോൾ ഒന്നും പ്രതികരിച്ച് കാണുന്നില്ല. നമുക്കറിയാം, ഏറ്റവും അധികം കോളിളക്കമുണ്ടാക്കിയ ഒരു കേസിലെ വിധി പ്രസ്താവമാണ് വന്നിരിക്കുന്നത്. ശരത് ലാലിന്റെ അമ്മ സംസാരിക്കുന്നു. ആ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് കോടതി. നമുക്ക് തൃപ്തരാണ്. കാരണം കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ തക്കതായ ശിക്ഷ കിട്ടുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷേ ഗൂഢാലോചനയിൽ അവർ രക്ഷപ്പെട്ടത് തൃപ്തികരമല്ല. കാരണം അത് നമ്മൾക്കിങ്ങനെ ഗൂഢാലോചനയ്ക്ക് അപ്പീൽ പോയേ പറ്റൂ. വിധിയിൽ പൂർണ്ണമായി തൃപ്തരല്ല. കാരണം അവിടെ നടന്ന ഗൂഢാലോചനയിൽ ഇവർ ഇതുവരെയും റിമാൻഡിൽ കഴിഞ്ഞവർ വെറുതെ പോകുമ്പോൾ വളരെ സങ്കടമുണ്ട്. അതിന് അപ്പീൽ പോവും. മറ്റേ കുറ്റക്കാരെ കണ്ടെത്തിയതിൽ കോടതിയോട് നന്ദിയുണ്ട്, ബഹുമാനമുണ്ട്. വളരെ തൃപ്തരാണ് അവരിൽ. അതേ കൊലപാതക കുറ്റം തെളിഞ്ഞല്ലോ, അതിൽ തൃപ്തിയുണ്ട്. വിധിയിൽ അല്ല, ഈ ഗൂഢാലോചന ഭാഗത്ത് നമുക്ക് അത്ര തൃപ്തി വന്നിട്ടില്ല. 24 പ്രതികളും കുറ്റക്കാരാണ് എന്ന് തന്നെയാണ്. കുറ്റവിമുക്തരാക്കേണ്ട കാര്യമില്ല. ഇല്ല, കുറ്റവിമുക്തരാക്കേണ്ടല്ല. നമുക്ക് പരമാവധി അതിൻ്റെ തെളിവുകളൊക്കെ ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിലും കോടതി അവർക്ക് ശിക്ഷ വിധിക്കാതെ വെറുതെ വിട്ടതിൽ തൃപ്തിയില്ല. ഗൂഢാലോചനയിൽ മറ്റതിൽ നല്ല തൃപ്തിയുണ്ട്. പക്ഷെ അതിന് വേണ്ടി നമ്മൾ അപ്പീൽ പോവും. അപ്പീൽ ഹൈക്കോടതിയിൽ പോകും. ഉടൻ തന്നെ കൊടുക്കും. അപ്പീൽ ലഭിച്ച് പോകും. ഇതിൻ്റെ നാളെ വിധി വരട്ടെ, അതിനുശേഷം പറയാം. 14 പേർക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമാണ്. ഞങ്ങളെ ആലോചിച്ച നേതാക്കന്മാർക്കും കിട്ടിയിരിക്കുന്നു. പ്രതികൾക്ക് മിക്കവാറും 8 പ്രതികൾക്കും കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് 10 പേരെയാണ് ഇപ്പോൾ വെറുതെ വിട്ടിട്ടില്ലേ. ആ 10 പേരും ശിക്ഷിക്കപ്പെടണമെന്നാണ് ഞങ്ങളുടെ കുടുംബത്തിനും ഇല്ലത്. ഇപ്പോൾ കോടതി ശിക്ഷിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കുടുംബത്തിന്. ഒരു കാര്യം കൂടിയുള്ളത്, KV കുഞ്ഞിരാമൻ മുൻ MLA കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. അതെല്ലാം വളരെ സന്തോഷമാണ്. അവരെ ഇതിൽ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെയാണ് എല്ലാ വീഡിയോയിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ തൃപ്തിയായി. അവർക്കെല്ലാം ശിക്ഷ കിട്ടാൻ ഇനി ഇതൊരു പാഠം ആയിരിക്കട്ടെ. CPM-ന് ഒരു പാഠം, ഈ ഒത്താശ ചെയ്തു കൊടുക്കുന്ന നേതാക്കന്മാർക്കും CPM-ന്റെ അണികൾക്കും ഇത് പാഠമായി ഇരിക്കട്ടെ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഇതൊരു വലിയ പോരാട്ടമായിരുന്നല്ലോ. അതായത് സർക്കാരിനോടാണ് നമ്മൾ പോരാടിച്ചത്. സർക്കാർ പല ഘട്ടങ്ങളിലും ഇത് അന്വേഷണം വേണ്ട, CBI അന്വേഷണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് കോടതി പോയി നമ്മൾ വലിയൊരു പോരാട്ടം നടത്തി. എങ്ങനെയാണ് അതിനെ? പിന്നെ അതിനുവെച്ചാൽ നമ്മൾ പോരാട്ടം നടത്തി. ഗവൺമെൻറ് ഫുള്ള് നമുക്കെതിരാണ്. പിണറായി 2 കോടി രൂപയാണ് ഡൽഹിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവന്നിട്ടാണ് നമ്മളെ വക്കീലിനെതിരെ, അൻസഫാരി വക്കീലിനെതിരെ വാദിച്ചത്. പക്ഷെ അത് ഏതായാലും അയാളെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സുപ്രീം കോടതി വരെ എത്തിച്ചേർന്നത് നമ്മൾ അൻസഫാരി വക്കീലായിരുന്നു. ഞങ്ങളെ ദൈവമാണ്. പക്ഷേ ആ വക്കീലിൻ്റെ വിധി, വാദം ഞങ്ങളെ വിജയിച്ചു. ഈ വിധി ഞങ്ങൾക്ക് പൂർണ്ണ സന്തോഷമുണ്ട്. അതുകൊണ്ട് 10 ആളെ വെറുതെ വിട്ടതിൽ ചെറിയൊരു വേദനയുണ്ട്. അവരെയും ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അവരും കുറ്റം ചെയ്തവരാണ്. ഈ കൊലക്ക് എല്ലാം ഒത്താശ ചെയ്ത് കൊടുത്തവരാണ് അവർ. അതുകൊണ്ട് അവർക്ക് കൂടി ശിക്ഷ കിട്ടണമെന്നില്ല ഇത് നമുക്കുണ്ട്. CBI അന്വേഷണമാണ് ഇതിൽ നിർണായകമായതല്ലേ? ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ അത് ഞങ്ങൾ ആദ്യം ആവശ്യപ്പെട്ട CBI അന്വേഷണം ആദ്യം അന്വേഷിച്ചപ്പോൾ